भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രത്യക്ഷ ഭാഗവത സ്വരൂപിയുടെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 899 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 31 അധ്യായം സമർപ്പണാധ്യായത്തിൽ 16 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദാരുകൻ ഭഗവാന്റെ സാരഥി, പാർത്ഥസാരഥിയുടെ സാരഥിയായ അർജുനസൂതൻ്റെ സൂതനായിരിക്കുന്ന ദാരുകൻ ശ്രീകൃഷ്ണ വിരഹം കൊണ്ടുള്ള ദുഃഖം അത് കണ്ണീരായി ഒലിപ്പിച്ചും കൊണ്ട് ദ്വാരകയിൽ വസുദേവരുടെയും ഉഗ്രസേനൻ്റെയും പാദത്തിൽ വീണ് നമസ്കരിച്ച് ആ ബാഷ്പ ബിന്ദുക്കളെ കൊണ്ട് അവരുടെ കാലുകഴുകി എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. 16 ശ്ലോകത്തിൽ പറയുന്നു, കഥയാമാസ നിധനം വൃഷ്ണീനാം കൃഷ്ണശോ നൃപ തച്ഛുത്വോദ്വിഗ്നഹൃദയ ജന ശോകവിമൂർച്ഛിത. വൃഷ്ണീനാം നിധനം, വൃഷ്ണികളുടെ നാശത്തെ നൃപ അല്ലയോ പരീക്ഷിത്തെ കൃഷ്ണശ കഥയാമാസ മുഴുവനും പറഞ്ഞു. അത് കേട്ടിട്ട് തത് ശ്രുത്വ ഉദ്വിഗ്നഹൃദയാഹ ദുഃഖിച്ച മനസ്സോടുകൂടിയ ജനങ്ങൾ ശോകവിമൂർച്ഛിത ദുഃഖം കൊണ്ട് ശോകം കൊണ്ട് മൂർച്ഛ അനുഭവപ്പെട്ടു. അവർക്ക് മോഹമുണ്ടായി, അവർ ആ ശോകത്തിൽ ദുഃഖത്തിൽ മോഹിച്ചവരായി മാറി എന്ന് പറയുന്നു. വൃഷ്ണികളുടെ നാശം അല്ലെങ്കിൽ യാദവന്മാരുടെ നാശത്തെക്കുറിച്ച് ആദ്യം മുതൽ അന്ത്യം വരെ ആദ്യന്തം ഭഗവാൻ പറഞ്ഞത് ദാരുകൻ അവരെ അറിയിച്ചു. വല്ലാതെ ദുഃഖമായി അവിടെയുള്ള ബാക്കിയുള്ള ആളുകൾക്കൊക്കെ തന്നെ. അവരൊക്കെ മോഹാലസ്യപ്പെട്ടു വീണു. തത്രസ്മ ത്വരിതാ ജഗ്മു
കൃഷ്ണവിശ്ലേഷ വിഹ്വലാവ്യസവ ശേരത്തെ യത്ര ജ്ഞാതയോ ഘ്നന്ത ആനനം. കൃഷ്ണവിശ്ലേഷ വിഹ്വലാഹ, കൃഷ്ണന്റെ വിയോഗം കൊണ്ട് വിവശരായി തീർന്ന ജ്ഞാതികൾ, ആനനം ഘ്നന്ത മുഖത്തടിച്ചും കൊണ്ട്, തത്ര അവിടേക്ക്, ത്വരിത ബദ്ധപ്പാടുകൂടി ജഗ്മു ഗമിച്ചു. യത്ര വ്യസവ ഏതൊരു ദിക്കിലാണോ പ്രാണഹീനരായി ജ്ഞാതയ തങ്ങളുടെ വംശക്കാര് കിടക്കുന്നത്, ശേരത്തെ സ്മ എവിടെയാണോ കിടക്കുന്നത് അവിടേക്ക് ബാക്കിയുള്ള ആളുകളൊക്കെ പ്രഭാസതീർത്ഥക്കരയിലേക്ക് യാത്രയായി എന്നാണ്. ശ്രീകൃഷ്ണ വിരഹം കേട്ടു, ഇന്ദ്രിയങ്ങളൊക്കെ അവശതയിലേക്ക് വീണു കഴിഞ്ഞു. തലയിൽ അടിച്ചും കൊണ്ട് ജ്ഞാതികൾ മരിച്ചു കിടക്കുന്ന പ്രഭാസതീർത്ഥക്കരയിലേക്ക് എത്തിച്ചേർന്നു. ദേവകീ രോഹിണീ ചൈവ വസുദേവസ്തഥാ സുതൗ കൃഷ്ണരാമാവപശ്യന്ത ശോകാർത്ത വിജഹുസ്മൃതിം. ദേവകിയും രോഹിണിയും അതേപോലെ തന്നെ വസുദേവരും. ദേവകീ രോഹിണീച്ച ഏവ തഥാ വസുദേവ. അവര് എത്തിയിട്ട് സുതവും കൃഷ്ണരാമവും മക്കളായ കൃഷ്ണരാമന്മാരെ അപശ്യന്ത കാണാതെ വന്നപ്പോൾ ശോകാർത്താഹ ശോകം കൊണ്ട് പീഡിതരായി, ദുഃഖം കൊണ്ട് പീഡിതരായി, ആർത്തരായി, സ്മൃതിം വിജഹു അവരുടെ ബോധത്തെ ഉപേക്ഷിച്ചു. എന്ന് വെച്ചാൽ ബോധം കെട്ടു വീണു, മോഹാലസ്യപ്പെട്ടു വീണു. അവർ വന്ന് നോക്കുമ്പോൾ നീലാംബരധാരിയായിട്ടുള്ള രാമനും പീതാംബരധാരിയായിരിക്കുന്ന ശ്രീകൃഷ്ണനും അവിടെ ഇല്ല. അവർ ഭഗവാന്റെ ആ ലോകത്തിലേക്ക്, സ്വധാമത്തിലേക്ക് യാത്രയായി. ഏതായാലും പ്രാണാംശ്ച വിജഹുസ്തത്ര ഭഗവദ്വിരഹാതുര ഉപഗുഹ്യ പതിം സ്ഥാത ചിതാമാരുരുഹു സ്ത്രീയ. ഭഗവദ്വിരഹാതുര ഭഗവാനെ പിരിഞ്ഞ ദുഃഖം കൊണ്ട് പീഡിതരായ, ആതുരരായി മാറിയ, തത്ര അവിടെ പ്രാണാൻ വിജഹു അവരവരുടെ പ്രാണങ്ങളെ ഉപേക്ഷിച്ചു. സ്ത്രീകൾ പതീൻ ഭർത്താക്കന്മാരെ ഉപഗുഹ്യ ആലിംഗനം ചെയ്തിട്ട്, അല്ലയോ പരീക്ഷത്തെ താത, ഹേ ശിഷ്യ, ചിതാം ആരുരുഹു ചിതയെ ആരോഹണം ചെയ്തു. ദേവകി, രോഹിണി, വസുദേവര് ഇവർ മൂന്ന് പേരും ഭഗവാനെ പിരിഞ്ഞ ദുഃഖം സഹിക്കവയ്യാതെ ഭഗവത് വിരഹാതുരാഹ അവര് അവരുടെ പ്രാണനെ ഉപേക്ഷിച്ചു, ദേഹത്യാഗം ചെയ്തു. മറ്റുള്ള സ്ത്രീകളോ അവരവരുടെ ഭർത്താക്കന്മാരെ ആലിംഗനം ചെയ്തുകൊണ്ട് അവര് ചിതയിലേക്ക് തങ്ങളുടെ ശരീരത്തെ സമർപ്പിച്ചു, സതി അനുഷ്ഠിച്ചു എന്ന് കാണിക്കുന്നു. സന്മനസ്ഥിതിയോടുകൂടിയിട്ടുള്ള ആ യാദവ സ്ത്രീകൾ. രാമപത്ന്യശ്ച തദ്ദേഹം ഉപഗുഹ്യാഗ്നിമാവിശൻ വസുദേവപത്ന്യസ്തദ്ഗാത്രം പ്രദ്യുമ്നാദീൻ ഹരേ സ്നുഷാ. രാമപത്ന്യ രാമൻ്റെ പത്നിമാർ, ബലരാമൻ്റെ ഭാര്യമാരും, തദ്ദേഹം ഉപഗുഹ്യ ഭഗവാന്റെ ബലരാമസ്വാമിയുടെ ദേഹത്തെ ആലിംഗനം ചെയ്ത് അഗ്നിം ആവിശൻ അഗ്നിയിലേക്ക് പ്രവേശിച്ചു. വസുദേവ പത്ന്യ വസുദേവരുടെ മറ്റ് പത്നിമാരുണ്ട്. ഇവിടെ ദേവകിയും രോഹിണിയും മാത്രമല്ല, ഇള, മതിര, രോചന തുടങ്ങിയവരൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ ഇതേപോലെ അവരുടെ ദേഹത്തെയും തദ്ഗാത്രം അവരുടെ ദേഹത്തെ ഉപേക്ഷിച്ചു. ഹരേ സ്നുഷാഹ ഹരിയുടെ, ശ്രീഹരിയുടെ, ഭഗവാന്റെ പുത്രവധുക്കൾ അവര് പ്രദ്യുമ്നാദീൻ പ്രദ്യുമ്നൻ തുടങ്ങിയവരെ അവരവരുടെ ഭർത്താക്കന്മാരെ കെട്ടിപ്പിടിച്ചും കൊണ്ട് അവര് ചിതയിലേക്ക് എടുത്തു ചാടി അവരും തങ്ങളുടെ ദേഹത്തെ ഉപേക്ഷിച്ചു. കൃഷ്ണപത്നിയോവിശന്നഗ്നിം രുക്മിണ്യാദ്യാസ്തദാത്മിക ശ്രീകൃഷ്ണ ഭാര്യമായ രുക്മിണി തുടങ്ങിയവര് തദാത്മിക ആ ഭഗവാനിൽ ചേർത്ത് വെച്ച മനസ്സോടുകൂടി അഗ്നിം ആവിശൻ അഗ്നിയിലേക്ക് പ്രവേശിച്ചു. ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാര് രുക്മിണി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, ജാംബവതി, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നിവരും നരകാസുരൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഭഗവാൻ സ്വീകരിച്ച മറ്റ് ശതാധികം 16,100 പത്നിമാരും ഒക്കെ തന്നെ ഭഗവാനെ തന്നെ സ്മരിച്ചും കൊണ്ട്, ഭഗവാന്റെ ദേഹം അവർ കണ്ടില്ല, ഭഗവാനെ സ്മരിച്ചും കൊണ്ട് അഗ്നിയിലേക്ക് പ്രവേശിച്ചു. അർജുന പ്രേയസഖ്യു കൃഷ്ണസ്യ വിരഹാതുര
ആത്മാനം സാന്ത്വയാമാസ കൃഷ്ണഗീതൈ സദുക്തിഭി. അർജുനൻ പ്രേയസഹ അധികം ഇഷ്ടനായും സഖ്യു സുഹൃത്തായുമിരിക്കുന്ന കൃഷ്ണസ്യാ വിരഹാതുര കൃഷ്ണൻ്റെ വേർപാടിൽ ദുഃഖിതനായി കൃഷ്ണഗീതൈഹി കൃഷ്ണനാൽ ഉപദേശിപ്പിക്കപ്പെട്ട സദുക്തിഭി നല്ല വാക്കുകൾ കൊണ്ടും മനസ്സിനെ സാന്ത്വയാമാസ തൻ്റെ മനസ്സിനെ അടക്കിയെന്നാണ്. ശ്രീകൃഷ്ണനെ പിരിഞ്ഞതുകൊണ്ട് വല്ലാത്ത ദുഃഖം അനുഭവപ്പെട്ടു ജിഷ്ണുവിന്, സാക്ഷാൽ അർജുനന്. അങ്ങനെ അർജുനൻ ഭഗവാൻ ഉപദേശിച്ച ഗീതാവാക്യങ്ങൾ അല്ലേ, അവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഭഗവാൻ നൽകിയ ഉപദേശങ്ങൾ, ആരും ജനിക്കുന്നില്ല മരിക്കുന്നില്ല എന്നുള്ളതൊക്കെ പുത്തൻ പഴയ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതുപോലെ എത്രയെന്നൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ, ആ ഗീതാവാക്യങ്ങൾ ആലോചിച്ചു, മനസ്സിനെ സമാധാനിപ്പിച്ചു. ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, യോഗമായ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന എന്നെ സാധാരണ രീതിയിൽ ആർക്കും കാണാൻ സാധിക്കില്ല. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. എന്നെ കാണാൻ എളുപ്പമല്ല. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഭഗവാന്റെ വാക്കുകൾ, ആ ഗീതാവാക്യങ്ങളൊക്കെ ഓർത്തു ഭഗവാൻ അവതാരം ചെയ്യാനുണ്ടായത്. ഭഗവാൻ തിരിച്ചുപോയി, അവതാരോദ്ദേശങ്ങളൊക്കെ പൂർത്തിയായി എന്നുള്ളത് മനസ്സിലാക്കി മനസ്സിനെ അടക്കി അർജുനൻ എന്ന് പറയുന്നു. ബന്ധൂനാം നഷ്ടഗോത്രാണാം അർജുന സാംബരായികം ഹതാനാം കാരയാമാസ യഥാവതനു പൂർവശ. നഷ്ടഗോത്രാണാം വംശവിച്ഛേദം വന്നവരും ഹതാനാം കൊല്ലപ്പെട്ടവരുമായ ബന്ധൂനാം ബന്ധുക്കളുടെ സാംബരായികം പിണ്ടോദകാദി ക്രിയകളെ യഥാവത് അനുപൂർവശ അർജുന കാരയാമാസ വേണ്ട തരത്തിൽ അത് വേണ്ട ക്രമത്തിൽ അർജുനൻ ചെയ്യിച്ചു എന്നാണ്. സന്തതിയില്ലാതെ മരിച്ചുപോയ ബന്ധുജനങ്ങൾക്ക് പരലോകപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള സംസ്കാരം, പിണ്ടോദക ദാനം തുടങ്ങിയ പ്രവൃത്തികളൊക്കെ ശാസ്ത്രവിധി അനുസരിച്ച് അർജുനൻ വേണ്ട പോലെ ചെയ്യിച്ചു. ദ്വാരകാം ഹരിണാത്യക്താം സമുദ്രോപ്ലാവയൽ ക്ഷണാൽ വർജയിത്വാ മഹാരാജ ശ്രീമദ് ഭഗവതാലയം. ഹരിണാത്യക്താം ദ്വാരകാം, ഹരിയാൽ ഉപേക്ഷിക്കപ്പെട്ട ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയപ്പോൾ അനാഥമായ ആ ദ്വാരകയെ മഹാരാജാവേ, ശ്രീമദ് ഭഗവതാലയം ഭഗവാന്റെ അതിശോഭനമായ വാസസ്ഥലമായിരിക്കുന്ന ദ്വാരക അത് വർജിച്ചിട്ട് സമുദ്ര ക്ഷണാത് അപ്ലാവയൽ സമുദ്രം വളരെ പെട്ടെന്ന് അതിനെ വെള്ളത്തിനടിയിലാക്കി. സമുദ്രജലം കവിഞ്ഞു വന്ന് ദ്വാരകയെ മുക്കി. അപ്പോൾ ഭഗവാൻ നിവസിച്ച മഹാപുണ്യസ്ഥാനമായ ആ ഭവനത്തെ മാത്രം മുക്കിയില്ല, ബാക്കിയുള്ളതൊക്കെ വെള്ളത്തിനടിയിലായി എന്ന് അവിടെ പറയുന്നു. അതേപോലെ തന്നെ പിന്നീട് പറയുകയാണ്, ശ്രീശുബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നു, നിത്യം സന്നിഹിതസ്തത്ര ഭഗവാൻ മധുസൂദന സ്മൃത്യാശേഷാശുഭരം സർവമംഗളമംഗളം. ഭഗവാൻ ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ്. തത്ര ഭഗവാൻ മധുസൂദന, പൂജ്യനായിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു നിത്യം സന്നിഹിത, എപ്പോഴും അതിനകത്തുണ്ട്. സർവമംഗളമംഗളം, സകല ശ്രേയസ്സുകളുടെയും ഉത്കർഷസ്ഥാനമായിരിക്കുന്ന സ്മൃത്യ അശേഷാശുഭഹരം, സ്മരിക്കുന്നത് കൊണ്ട് തന്നെ സകല ദോഷങ്ങളെയും തീർക്കുന്നതാണ് ആ സ്ഥലം. ഭഗവാൻ വിഷ്ണു എപ്പോഴും സന്നിധാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥാനം സർവ കല്യാണ ഗുണങ്ങളുടെ സ്ഥാനമാണ്. അതിനെ സ്മരിക്കുന്നവരുടെ സകല ദോഷങ്ങളെയും തീർക്കാൻ വൈഭവമുള്ളതുമാണ് ഈ ദ്വാരക എന്ന് പറയും. സ്ത്രീ ബാലവൃദ്ധാനാദായ ഹതശേഷാൻ ധനഞ്ജയ ഇന്ദ്രപ്രസ്ഥം സമാവേശ്യ വജ്രം തത്രാഭ്യഷേചയൽ. ഹതശേഷാൻ, കൊല്ലപ്പെടാതെ ബാക്കി വന്ന സ്ത്രീ ബാലവൃദ്ധാൻ, അല്ലേ, സ്ത്രീകളും കുട്ടികളും വയസ്സന്മാരും, അവരെയൊക്കെ മറ്റൊരു സ്ഥലത്തേക്കാണ് ഭഗവാൻ പറഞ്ഞയച്ചത് എന്നുള്ളത് നമ്മൾ നേരത്തെ കേട്ടു. ബാക്കി എല്ലാവരെയും ഈ
പ്രഭാസതീർത്ഥത്തിലേക്ക് പറഞ്ഞയച്ച ഭഗവാൻ ബാക്കിയുള്ളവരെ അവിടേക്കല്ല പറഞ്ഞയച്ചത്. അതിൽ കുട്ടികളുണ്ടായിരുന്നു, അതേപോലെ തന്നെ സ്ത്രീകളുണ്ടായിരുന്നു, അതേപോലെ ഈ വൃദ്ധന്മാരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഭഗവാൻ വേറെ വേറെ സ്ഥലങ്ങളിലേക്കാണ് പറഞ്ഞയച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ബാക്കി വന്ന സ്ത്രീകളെ, കുട്ടികളെ, അതേപോലെ വൃദ്ധന്മാരെ ഒക്കെ ശംഖോദ്ധാരം എന്ന സ്ഥലത്തേക്കാണ് ഭഗവാൻ പറഞ്ഞയച്ചത്. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. ഈ തരത്തിൽ അതിനുശേഷം ധനഞ്ജയ, അർജുനൻ അവരെയൊക്കെ സ്വീകരിച്ച് ഇന്ദ്രപ്രസ്ഥം സമാവേശ്യ, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തിച്ചിട്ട് തത്ര വജ്രം അഭ്യക്ഷയ ചെയ്യൽ, വജ്രനാഭനെ, അനിരുദ്ധപുത്രനായിരിക്കുന്ന വജ്രനെ അവിടെ രാജാവാക്കി, ചക്രവർത്തിയാക്കി അഭിഷേകം ചെയ്തു എന്ന് പറയുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോയി മധുരയുടെ അധിപതിയാക്കി ഈ വജ്രനാഭനെ മാറ്റി. ശ്രുത്വാ സുഹൃദ്വധം രാജൻ അർജുനാത്തെ പിതാമഹ ത്വാം തു വംശധരം കൃത്വാ ജഗ്മു സർവേ മഹാപഥം. രാജാവേ, തേ പിതാമഹാഹ, അങ്ങയുടെ മുത്തച്ഛന്മാർ ധർമ്മപുത്രര് ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഇവര് അർജുനാത് സുഹൃദ്വധം ശ്രുത്വ, അർജുനനിൽ നിന്ന് ബന്ധുക്കളുടെ മരണത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് കേട്ടിട്ട് ത്വാം തു, അങ്ങേ തന്നെ വംശധരം കൃത്വ, അങ്ങേ തന്നെ വംശകർത്താവായിട്ട് ചെയ്തിട്ട് സർവേ മഹാപഥം ജഗ്മു, എല്ലാവരും മഹാപ്രസ്ഥാനത്തെ പ്രാപിച്ചു എന്ന് പറയും. അങ്ങയുടെ പിതാമഹന്മാരായിരിക്കുന്ന ധർമ്മപുത്രാദികൾ പരീക്ഷിത്തെ അർജുനനിൽ നിന്ന് ബന്ധുക്കളുടെ മരണത്തെക്കുറിച്ച് അറിഞ്ഞു. പിന്നീട് വംശനാഥനായി ചക്രവർത്തിയായി അങ്ങേ നിയമിച്ചു. അതിനുശേഷം ഇനി ഒരു തിരിച്ചുവരവില്ല എന്നുള്ള ഭാവത്തിൽ അവരെല്ലാവരും ആ ഹിമാലയ സാനുക്കളിലേക്ക് യാത്രയായി എന്നും പറയുന്നു. യേതൽ ദേവദേവസ്യ വിഷ്ണോ കർമാണി ജന്മച കീർത്തയേൽ ശ്രദ്ധയാമർത്യ സർവപാപൈ പ്രമുച്യത്തെ. ദേവദേവസ്യ വിഷ്ണോഹോ, ദേവന്മാർക്കും ദേവനായിരിക്കുന്ന ഈ വിഷ്ണുവിൻ്റെ ഏതദ് ജന്മച, ഈ ജന്മത്തെയും ഈ അവതാരത്തെയും കർമാണിച, കർമ്മങ്ങളെയും ശ്രദ്ധയാ യ മർത്യ കീർത്തയേൽ, ശ്രദ്ധയോടുകൂടി ഏതൊരു മനുഷ്യനാണോ കീർത്തിക്കുന്നത് അവൻ സർവപാപൈഹി പ്രമുച്യത്തെ, സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു എന്നാണ്. ദേവന്മാർക്കും ദേവനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ അവതാര ലീലകൾ ഇതിനെ കേൾക്കുക, കീർത്തിക്കുക ഒക്കെ ചെയ്താൽ ഏതൊരു മനുഷ്യനും സകല പാപങ്ങളിൽ നിന്നും മോചനം നേടുക തന്നെ ചെയ്യും, പരിശുദ്ധനായിട്ട് തീരും എന്ന ഫലശ്രുതി കൂടി ശ്രീ ശിവബ്രഹ്മർഷി അവിടെ പരീക്ഷിത്തുമായി പങ്കുവയ്ക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇദ്ധം ഹരേർഭഗവതോ രുചിരാവതാര വീര്യാണി ബാലചരിതാനി ച ശന്തമാനി അന്യത്ര ചേഹ ച ശ്രുതാനി ഗൃണൻ മനുഷ്യോ ഭക്തിം പരാം പരമഹംസഗതോ ലഭേത. ഇദ്ധം ഭഗവതഃ, ഇത്തരത്തിൽ ഭഗവാനായ ഹരിയുടെ, ആ ശ്രീഹരിയുടെ രുചിരാവതാര വീര്യാണി, രുചിരമായ മനോഹരമായ അവതാരത്തെയും അവതാരങ്ങളിൽ ഭഗവാൻ നടത്തുന്ന വിശേഷമായിട്ടുള്ള വീര്യങ്ങളെയും ശാന്തമാനി, ഏറ്റവും സുഖകരങ്ങളായും ശ്രുതാനി, കേൾക്കപ്പെട്ടുമിരിക്കുന്ന ബാലചരിതാനി, ബാലചരിതങ്ങളെയും ഗൃണൻ മനുഷ്യ, കീർത്തിക്കുന്ന മനുഷ്യർ ഇഹച അന്യത്രച, ഈ ലോകത്തിലും അതേപോലെ തന്നെ പരലോകത്തിലും പരമഹംസഗതവും, പരമഹംസന്മാരുടെ പ്രാപ്യസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഭഗവാനിൽ പരാം ഭക്തിം ലഭേത, ശ്രേഷ്ഠമായ ഭക്തിയെ
നേടിയെടുക്കാൻ സാധിക്കും. ഭഗവാന്റെ അവതാരങ്ങൾ, ബാലലീലകൾ, അസുരവധാദി ശൗര്യ വ്യാപാരങ്ങൾ, ഇതൊക്കെ കേൾക്കുന്നവർക്ക് പരമസുഖം ലഭിക്കും ഈ ലോകത്തിൽ എന്നാണ്. ഭാഗവതത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലും വർണ്ണിച്ചിരിക്കുന്നതിനെ ശ്രദ്ധയോടെ കീർത്തിക്കുന്ന മനുഷ്യന് പരമഹംസന്മാരായ യോഗീവര്യന്മാരുടെ, ആത്മവിശാരദന്മാരുടെ പ്രാപ്യസ്ഥാനമായിരിക്കുന്ന ഈ ഭഗവത്പാദങ്ങളിൽ പരമമായ ഭക്തിയും അവസാനത്തിൽ സായുജ്യത്തിലേക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്ന ഫലശ്രുതി കൂടി പറഞ്ഞുകൊണ്ടാണ് ഏകാദശ സ്കന്ധത്തിലെ ഭഗവതഃ സ്വധാമഗമനം നാമ, ഭഗവാന്റെ സ്വധാമഗമനം എന്നു പേരുള്ള ഈ ഭാഗം അവിടെ സമർപ്പിച്ചത്. അതോടുകൂടി ഏകാദശ സ്കന്ധം പൂർത്തിയാവുകയാണ്. നാളെ ദ്വാദശ സ്കന്ധത്തിലേക്ക് കടക്കുന്നു. നാളെ ഈ അക്ഷരയാത്രയുടെ അല്ലെങ്കിൽ ഈ അക്ഷരപൂജയുടെ 900 ദിവസം തികയുന്ന പുണ്യദിനം കൂടിയാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. അപ്പോഴാണ് ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ എന്ന് ദ്വിതീയ സ്കന്ധത്തിൽ പറയുന്ന 10ാമത്തെ ലക്ഷണമായ ആശ്രയത്തെ കുറിച്ച് പറയുന്ന ദ്വാദശ സ്കന്ധത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. മുക്തി എന്നുള്ളതാണ് ഏകാദശ സ്കന്ധമെങ്കിൽ മുക്തിക്കും അപ്പുറം ഒരു തലം, അതാണ് ദ്വാദശ സ്കന്ധത്തിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന ദ്വാദശ സ്കന്ധ പാരായണത്തോടുകൂടി നമുക്ക് നാളെ ആരംഭിക്കാൻ പൊന്നുഗുരുവായൂരപ്പൻ ഭാഗവത സ്വരൂപി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ
രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.